സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? പതിയെ പതിയെ ലൈവിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്. യെസ്. ഓക്കെ, അപ്പൊ നമ്മുടെ നിങ്ങൾക്കറിയാം, നമ്മൾക്ക് വളരെ വാസ്റ്റ് ആയിട്ടുള്ള, വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾക്ക് കയറാനുള്ളത്, അല്ലേ? അതിലുള്ള ഓരോ കാര്യങ്ങളും അരക്കി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലുള്ള ഒരു PSC എക്സാം നമുക്ക് കോൺക്വർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? ഭയങ്കര ഡിഫിക്കൽട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വർഷത്തെ മുന്നേയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കാനും ഭയങ്കര ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും. യെസ്, അതുപോലെ തന്നെ അത്രയും ഡിഫിക്കൽട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇത്രയും ആം, ഈ വർഷം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം DHS അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇത്രയും നേരത്തെ തുടങ്ങുന്നതിനുള്ള ഒരു കാര്യം തന്നെ ഇത്രയും വലിയൊരു സിലബസ് കവർ ചെയ്തെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ്. ഓക്കെ, അപ്പോ ഈ പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ എന്തിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു മോസ്കിറ്റോ ഉണ്ട്, ഒരു RBCയെ കാണാം, ഒരു ലിവറിനെ കാണാം. എന്തിനെ കുറിച്ചായിരിക്കും? ഇപ്പൊ മലേറിയൽ പാരസൈറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കൊതുക് നോക്കുമ്പോൾ എന്താണ്, വളരെ ആകാംക്ഷയോടെ കാണുന്നുണ്ട്, അല്ലേ? ഈ കൊതുകിന് ആരെയായിരിക്കും ഇഷ്ടം? RBC ആയിരിക്കുമോ അതോ ലിവറിനെ ആയിരിക്കും ഇഷ്ടം? ആരോടായിരിക്കണം കൂടുതൽ കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടത്? ലിവറിനോടായിരിക്കുമോ അതോ RBCയോടാണോ കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടത്? RBC. കുറെ പേര് RBC എന്ന് പറയുന്നുണ്ട്. RBCയോടാണ് കൂടുതൽ കമ്മിറ്റ്മെന്റ്. അപ്പൊ ലിവറിനോട് കമ്മിറ്റ്മെന്റ് വേണ്ടേ? RBCയെ നോക്കിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ RBCയോടാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നു. ലിവറിനോടും കമ്മിറ്റ്മെന്റ് വേണം, അല്ലേ? എന്നിരുന്നാൽ തമ്മിൽ ഭേദം ആരോടായിരിക്കണം കൂടുതൽ കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടത്? RBCയോടാണ് ഒരു കൊതുക് എന്ത് ചെയ്യേണ്ടത്? കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോ മലേറിയൽ പാരസൈറ്റ് നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് JLAയുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ രണ്ട് പാരസൈറ്റുകൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മലേറിയൽ പാരസൈറ്റും ഒന്ന് ഫൈലേറിയൽ പാരസൈറ്റും ആണ്. അപ്പോൾ വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് അവരെടുത്തിരിക്കുന്നത് മലേറിയൽ പാരസൈറ്റും ഫൈലേറിയൽ പാരസൈറ്റുമാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ PSC എക്സാമുകളിൽ ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് മലേറിയൽ പാരസൈറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മലേറിയൽ പാരസൈറ്റ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇന്നത്തെ വെബിനാറിൽ എൻറ്റയർ മലേറിയൽ പാരസൈറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് ലൈഫ് സൈക്കിൾ മാത്രമാണ്. ഓക്കെ, ഇപ്പൊ ലൈഫ് സൈക്കിളിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ കിട്ടും. ഫുൾ ലബോറട്ടറി ഡയഗ്നോസിസ് ഉൾപ്പെടെ ഇതിന്റെ ലൈഫ് സൈക്കിളിനെയും കാര്യത്തെയും ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്കറിയാം പാരസൈറ്റോളജി നമ്മൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് രണ്ട് ഹോസ്റ്റുകളുടെ ആവശ്യം വരുന്നുണ്ട്, അല്ലേ? ചില ഹോസ്റ്റുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു പാരസൈറ്റ് അതിന്റെ ലൈഫ് സൈക്കിൾ കൊണ്ടുപോകുന്നത്. നമ്മൾ അതിനെ ഡെഫിനിറ്റ് ഹോസ്റ്റ് എന്നും ഇന്റർമീഡിയറ്റ് ഹോസ്റ്റും എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലേ? ഇപ്പൊ ഡെഫിനിറ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഡെഫിനിറ്റ് ഹോസ്റ്റ്? ഒരു പാരസൈറ്റോളജി നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ഡെഫിനിറ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഡെഫിനിറ്റ് ഹോസ്റ്റ്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഡെഫിനിറ്റ് ഹോസ്റ്റ് എന്താണെന്നുള്ളത്? ഡെഫിനിറ്റ് ഹോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്, എന്താണ് ഈ രണ്ട് ഹോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം? എനി ഐഡിയ? സെക്ഷുവൽ സൈക്കിൾ നടക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. യെസ്, അതെ. അപ്പൊ രണ്ട് രീതിയിൽ നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. ഒരു ഡെഫിനിറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്, ഒരു പാരസൈറ്റിന്റെ ഡെഫിനിറ്റ് ഹോസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ രണ്ട് മാനദണ്ഡങ്ങളാണ് അതിനുള്ളത്. ഒന്നുകിൽ ആ പാരസൈറ്റിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം എവിടെയാണോ, അല്ലെങ്കിൽ പാരസൈറ്റിന്റെ അഡൽട്ട് സ്റ്റേജ്. ഓക്കെ, ഈ അഡൽട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഹെൽമിന്തുകളുടെ ക്രൈറ്റീരിയകളാണ്. അതായത് ഹെൽമിൻസിന്റെ കേസിൽ ഡെഫിനിറ്റ് ഹോസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഹെൽമിൻസിന്റെ അഡൽട്ട് സ്റ്റേജ് എവിടെയാണോ ഉള്ളത് അതിനെയാണ് നമ്മൾ ഡെഫിനിറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പ്രോട്ടോസോവൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിലോ, സെക്ഷൽ റീപ്രൊഡക്ഷൻ എവിടെയാണോ നടക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ സെക്ഷൽ സ്റ്റേജ് എവിടെയാണോ കാണുന്നത് അതിനെയാണ് നമ്മൾ ഡെഫിനിറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്,
അല്ലേ? ഹെൽമിന്തിന്റെ കേസിൽ ലാർവൽ ഫോംസ് എവിടെയാണോ കാണുന്നത് അതിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുക. അതുപോലെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഹോസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ലാർവൽ സ്റ്റേജും അഡൽട്ട് സ്റ്റേജ് ഒക്കെ ഹെൽമിന്തുകൾക്കാണുള്ളത്. സെക്ഷൽ റീപ്രൊഡക്ഷനും എസെക്ഷൽ റീപ്രൊഡക്ഷനും അതിന്റെ ആ മോർഫോളജിക്കൽ സ്റ്റേജുകളും കൂടുതലായിട്ട് വരുന്നത് പ്രോട്ടോസോവൻസിന്റെ കേസിലായിരിക്കും. അപ്പൊ മലേറിയൽ പാരസൈറ്റിന്റെ കേസിൽ ആരാണ് ഡെഫിനിറ്റ് ഹോസ്റ്റ്? അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എവിടെയാണ് നടക്കുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ എവിടെയാണ് നടക്കുന്നത് മലേറിയൽ പാരസൈറ്റിന്റെ കേസിൽ? യെസ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് മോസ്കിറ്റോയിലാണ്. നിങ്ങൾ ഇതുവരെയും മോസ്കിറ്റോ എന്ന് പറയുന്നു. ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് പറയണം ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് ഒരു പെരിഫറൽ നോളജ് ഉള്ളൂ. ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾ കുറച്ചുകൂടെ അധികം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോവിനെയാണ് നമ്മൾ ഡെഫിനിറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫീമെയിൽ മോസ്കിറ്റോ? വൈ കാണ്ട് ഇറ്റ് ബി എ മെയിൽ മോസ്കിറ്റോ? എന്തുകൊണ്ട് ഒരു മെയിൽ മോസ്കിറ്റോ ബ്ലഡ് കുടിക്കുന്നില്ല? നമ്മൾ അതിനുള്ള റീസൺ എന്താന്ന് പറയുന്നത് അല്ലെ? മെയിൽ മോസ്കിറ്റോസ് എന്ത് ചെയ്യാറില്ല? ബ്ലഡ് കുടിക്കാറില്ല. ഫീമെയിൽ മോസ്കിറ്റോകളാണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡ് കുടിക്കുന്നത്. അതിനുള്ള റീസൺ എന്താണെന്ന് അറിയാമോ? ഈ ഫീമെയിൽ മോസ്കിറ്റോകൾക്ക് മുട്ടയിടണമെങ്കിൽ എന്ത് വേണം? അറ്റ്ലീസ്റ്റ് ഒരു 2 ബ്ലഡ് മീലെങ്കിലും അതിനെടുത്താൽ മാത്രമേ അതിന് മുട്ടയിടാനുള്ള കഴിവുള്ളൂ. സോ അതുകൊണ്ടാണ് ഫീമെയിൽ മോസ്കിറ്റോസ് ബ്ലഡ് ഫീഡ് ചെയ്യുന്നത്, അതിന്റെ ഓവുലേഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി. എന്നാൽ മെയിൽ മോസ്കിറ്റോക്ക് അതിന്റെ ആവശ്യമില്ല. അവരെന്താണ്? പാവങ്ങളാണ്. ഈ പറയുന്ന ഫ്രൂട്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടായിരിക്കും മെയിൽ മോസ്കിറ്റോസ് ജീവിക്കുക. ഓക്കെ, സോ ഇവിടെ മലേറിയൽ പാരസൈറ്റിന്റെ കേസിൽ ഡെഫിനറ്റ് ഹോസ്റ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് ആണ്. ഓക്കെ, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വെക്ടർ അനോഫിലസ് മോസ്കിറ്റോയില് ക്യുലിസിഫേഷ്യസ് എന്ന് പറയുന്ന ഒരു സ്പീഷ്യസ് ആണ്. ക്യുലിസിഫേഷ്യസ് എന്ന് പറയുന്ന ഒരു സ്പീഷ്യസ് ആണ് കൂടുതലായിട്ടും മലേറിയൽ പാരസൈറ്റിനെ കൊണ്ട് നടക്കുന്ന ഒരു വെക്ടർ. നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്നത് ആരാണ്? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോനെയാണ്. ഓക്കെ, അപ്പൊ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ എങ്ങനെയായിരിക്കും ഇൻഫെക്റ്റഡ് ആകുക? മലേറിയ ഉള്ള ഒരാളെ പോയി ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ കടിക്കുന്നു അല്ലേ? അപ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ എന്തായി മാറുന്നത്? ഇൻഫെക്റ്റഡ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ പോയിട്ട് പാവപ്പെട്ട ഒരു മനുഷ്യനെ പോയി കടിക്കും അല്ലേ? പോയി കടിക്കുമ്പോ ഈ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയിൽ നിന്ന് ഏത് സ്റ്റേജ് ആണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്? അല്ലെങ്കിൽ ഏത് സ്റ്റേജ് വന്നാലാണ് നമ്മൾക്ക് ഇൻഫെക്ഷൻ കിട്ടുക? മലേറിയൽ പാരസൈറ്റിന്റെ ഏത് സ്റ്റേജുകളാണ്? സ്പോറോസോയിഡ്സ്. വെരി ഗുഡ്. സ്പോറോസോയിറ്റുകൾ എന്നറിയപ്പെടുന്ന സ്റ്റേജുകൾ ഇവന്റെ ഈ പ്രൊബോസിസിൽ ഉണ്ടാവും, സലൈവറി ഗ്ലാൻഡിൽ നിറഞ്ഞിരിക്കും അല്ലേ? അപ്പൊ ഇവൻ ബ്ലഡ് മീൽ എടുക്കുന്ന സമയത്ത് കുറച്ച് സ്പോറോസോയിറ്റുകളെ, കുറച്ച് ബ്ലഡ് തരുന്നതിനുള്ള ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് സ്പോറോസോയിറ്റുകളെ ആർക്ക് കൊടുക്കും? നമ്മുടെ ബ്ലഡിലേക്ക് തരും അല്ലേ? അപ്പൊ ഈ ബ്ലഡിലേക്ക് എത്തുന്ന സ്പോറോസോയിറ്റുകൾ എന്താണ്? ഈ സ്പോറോസോയിറ്റുകളെ കാണാൻ എങ്ങനെയെന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു സ്പിൻഡിൽ ഷേപ്പിലിരിക്കുന്ന സാധനങ്ങളായിരിക്കും. സ്പിൻഡിൽ ഷേപ്പിലാണ്, രണ്ടറ്റവും ഇങ്ങനെ കൂർത്തതായിട്ടുള്ള മോർഫോളജി ഉള്ള ഒരു സാധനങ്ങളാണ് ഈ സ്പോറോസോയിറ്റിൽ. സ്പിൻഡിൽ ഷേപ്പിലുള്ള സാധനങ്ങളാണ്. ഓക്കെ, ഈ അപ്പി കോംപ്ലക്സ എന്ന് പറയുന്ന ഒരു ഫൈലത്തിലാണ് നമ്മുടെ മലേറിയൽ പാരസൈറ്റ് ഒക്കെ വരുന്നത്. അപ്പൊ ഈ അപ്പി കോംപ്ലക്സ എന്ന് പറയുന്നത് അതിനകത്താണ് ടോക്സോപ്ലാസ്മ വരുന്നത്, ക്രിപ്റ്റോസ്പോറിഡിയം ഒക്കെ ഇതിനകത്താണ് വരുന്നത്. അപ്പൊ ഈ അപ്പി കോംപ്ലക്സയുടെ മൊത്തം ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവരിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേകതരം സ്ട്രക്ചറുകളാണ് എപ്പിക്കൽ ഓർഗനൽസ് എന്ന് പറയും. ഇതാ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? നമ്മുടെ ടിഷ്യൂനൊക്കെ ഇൻവാഡ് ചെയ്ത് പോകാൻ വേണ്ടി സഹായിക്കുന്ന ചില ഓർഗനൽസിനെയാണ് എപ്പിക്കൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. അതുള്ള കൂട്ടരാണ് എപ്പി കോംപ്ലക്സ ഫൈലത്തിൽ വരുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന എപ്പിക്കൽ ഓർഗനൽസിന്റെ ഒക്കെ സഹായത്തോടു കൂടി ഈ സ്പോറോസോയിറ്റുകൾ നമ്മുടെ ബ്ലഡിലൂടെ ഇങ്ങനെ ഓടി നടക്കും. ഓടി നടന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ആദ്യം എങ്ങോട്ടേക്കാ പോകുന്നത്? RBCയിലേക്കാണോ പോകുന്നത്? ലിവറിലേക്കാണോ പോകുന്നത്? മലേറിയൽ പാരസൈറ്റിന്റെ ഇൻഫെക്റ്റീവ് ഫോം ആയിട്ടുള്ള സ്പോറോസോയിറ്റുകൾ ആദ്യം എങ്ങോട്ടേക്ക് പോകും? ഒരാൾ RBC എന്ന് പറഞ്ഞു, ഒരാൾ ലിവർ എന്ന് പറഞ്ഞു. ഏതാണ് കറക്റ്റ്? RBC എന്ന് പറയുന്നു. എവിടെയാണ്? യെസ്, അവൻ ഏറ്റവും കമ്മിറ്റ്മെന്റ് ആണെങ്കിൽ പോലും ഇവൻ ആരിലൂടെ പോകാൻ പറ്റുള്ളൂ? ലിവറിലൂടെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് അറിയാമോ? ഈ സ്പോറോസോയിറ്റുകൾ ബ്ലഡിലെത്തി ഒരു 30 മിനിറ്റിനകം ഓടി എങ്ങോട്ടേക്ക് കയറും? ലിവറിനകത്തേക്ക് കയറും.
ഓടി എങ്ങോട്ടൊക്കെ കയറുന്നത്? ലിവറിനകത്തേക്കാണ് കയറുന്നത്. there it starts. ഏത്? പ്രീ എറിത്രോസൈറ്റിക് സൈക്കിൾ. പ്രീ എറിത്രോസൈറ്റിക് സൈക്കിൾ അവിടെ സ്റ്റാർട്ട് ആവും. എന്താണ് പ്രീ എറിത്രോസൈറ്റിക് എന്ന് പേരിടാൻ കാര്യം? പ്രീ മീൻസ് മുൻപ്, എറിത്രോസൈറ്റിക് സൈക്കിൾ RBC സൈക്കിളിന് തൊട്ട് മുൻപേ ഉള്ള സൈക്കിളിനെയാണ് പ്രീ എറിത്രോസൈറ്റിക് സൈക്കിൾ എന്ന് പറയുക. അത് എവിടെയാണ് നടക്കുന്നത്? ലിവറിലാണ് നടക്കുന്നത്. ഓക്കെ, ആക്ച്വലി സ്പീക്കിംഗ് ഈ പറയുന്ന മലേറിയൽ പാരസൈറ്റിന് രണ്ടാൾക്കാരോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കൊതുകിന് ലിവറിനോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്, RBCയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്നിരുന്നാലും ഒരു മലേറിയൽ പാരസൈറ്റിന്റെ ലൈഫ് സൈക്കിളിൽ മെജോറിറ്റി പോർഷൻസും നടക്കുന്നത് എവിടെയാണ്? RBCയുടെ ഉള്ളിലാണ് നടക്കുക. എന്നിരുന്നാലും ലിവർ വേണം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സൈക്കിളാണ് പ്രീ എറിത്രോസൈറ്റിക് സൈക്കിൾ. ഓക്കെ, ഇനി പല പേരുകളിൽ ഈ സാധനത്തെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഹെപ്പാറ്റിക് സൈക്കിൾ എന്ന് അറിയപ്പെടുന്നുണ്ട്, കാരണം ലിവറിൽ നടക്കുന്ന സൈക്കിൾ ആയത് കാരണം ഇതിനെ ഹെപ്പാറ്റിക് സൈക്കിൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇൻട്രാ ഹെപ്പാറ്റിക് സൈക്കിൾ എന്ന് അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ടിഷ്യൂ സൈക്കിൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഷൈസോഗണി എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഷൈസോഗണി എന്നും അതുപോലെ ഏതാണ് സ്പോറോഗണി എന്നും കേട്ടിട്ടുണ്ടാവും. സ്പോറോഗണി ചിലപ്പോൾ ഇത് കൺഫ്യൂസിങ് വരുത്താനുള്ള രണ്ട് വേർഡുകളാണ്, വേറൊന്നുമില്ല. ഷൈസോഗണി എന്താണ് എന്ന് ചോദിച്ചാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സ്പോറോഗണി എന്താണെന്ന് ചോദിച്ചാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ അങ്ങനെയെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിൽ നടക്കുന്നതെല്ലാം എന്തായിരിക്കും? മാനിൽ നടക്കുന്നതെല്ലാം എന്താണ്? ഷൈസോഗണിയാണ്, എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ്, അല്ലെ? മലേറിയൽ പാരസൈറ്റിന്റെ ലൈഫ് സൈക്കിളിൽ മാൻ എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ്. എന്തുകൊണ്ട്? നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? ഡെഫിനിഷൻ പറഞ്ഞു. എന്താണ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്? എസെക്ഷൽ റീപ്രൊഡക്ഷൻ എവിടെയാണോ നടക്കുന്നത് അതിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ആ എസെക്ഷൽ റീപ്രൊഡക്ഷനെയാണ് നമ്മൾ ഷൈസോഗണി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു പേര് കേൾക്കാം, പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്ന് കേട്ടാൽ, ഷൈസോഗണി എന്ന് കേട്ടാലേ ഓർത്തുള്ള അത് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയൂ, സ്പോറോഗണി എവിടെ ആയിരിക്കും നടക്കുന്നത്? സ്പോറോഗണി എവിടെ ആയിരിക്കും നടക്കുക? സ്പോറോഗണി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോറോഗണി എന്ന് പറഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അത് എവിടെയായിരിക്കും നടക്കുക? ഡെഫിനിറ്റ് ഹോസ്റ്റിലാണ് നടക്കുക. ഡെഫിനിറ്റ് ഹോസ്റ്റ് ആരാണ്? നമ്മുടെ കൊതുക്, അല്ലെ? മോസ്കിറ്റോ ആണ് ഇവിടുത്തെ ഡെഫിനിറ്റ് ഹോസ്റ്റ്. അവിടെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുക, അവിടെയാണ് സ്പോറോഗണി സംഭവിക്കുക. ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, മലേറിയൽ പാരസൈറ്റിന്റെ കേസിൽ ഷൈസോഗണി നടക്കുന്നത് എവിടെ? അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ മനസ്സിലാവൂ ഷൈസോഗണി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അല്ലെങ്കിൽ സ്പോറോഗണി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സോ ആ രീതിയിലും നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇപ്പോൾ തന്നെ ക്ലിയർ ആക്കി പോവാ, എന്താണ് ഷൈസോഗണി, എന്താണ് സ്പോറോഗണി. നൗ ഇറ്റ്സ് ക്ലിയർ. സോ അങ്ങനെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്പോറോസോയിറ്റുകൾ എവിടേക്ക് ഓടി വരുന്ന സ്റ്റേജ് ആണ്? ലിവറിലേക്കാണ് സ്പോറോസോയിറ്റുകൾ വരിക. സോ ലിവറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സൈക്കിൾ സ്റ്റാർട്ട് ആവുന്നു. പ്രീ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്നോ എക്സോ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്നോ ഇൻട്രാ ഹെപ്പാറ്റിക് സ്റ്റേജ് എന്നോ അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ടിഷ്യൂ സ്റ്റേജ് എന്ന് വേണമെങ്കിലും ഈ ലിവർ സൈക്കിളിനെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഈ സ്പോറോസോയിഡിന് എന്ത് ഷേപ്പാണ്? ഇങ്ങനെ സ്പിൻഡിൽ ഷേപ്പാണ്, രണ്ടറ്റവും കൂർത്തിരിക്കുന്ന ഷേപ്പാണ് സ്പോറോസോയിറ്റുകൾ. അപ്പൊ ലിവറിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവൻ നേരെ എന്ത് ഷേപ്പായിട്ട് മാറും എന്നറിയാമോ? റൗണ്ട് ഷേപ്പായിട്ട് മാറും. ലിവറിനകത്ത് കുറച്ച് നേരം മാത്രമേ ലിവറിനകത്ത് ഇത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ ലിവറിനകത്ത് എങ്ങനെയാണ് ലിവറിനകത്തേക്ക് കയറുന്നതെന്ന് പറയുന്നില്ല, അത് നമ്മൾ തിയറി ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് റിസപ്റ്റർ ഇന്ററാക്ഷനുകളൊക്കെ ഉണ്ട്. വോട്ടെവർ, ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക, സ്പോറോസോയിറ്റുകൾ ലിവറിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സ്പിൻഡിൽ ഷേപ്പിലുള്ള സ്പോറോസോയിറ്റുകൾ എന്തായിട്ട് മാറും? റൗണ്ട് ഷേപ്പിലുള്ള ട്രോഫോസോയിറ്റുകളായിട്ട് മാറുന്നു. വെരി ഇമ്പോർട്ടൻറ്റ്. സ്പിൻഡിൽ ഷേപ്പിലുള്ള സാധനം റൗണ്ട് ഷേപ്പിലുള്ള ട്രോഫോസോയിറ്റുകളായിട്ട് മാറുന്നു. അങ്ങനെ ഈ ട്രോഫോസോയിറ്റിനെ പറയുന്ന പേരാണ് പ്രീ എറിത്രോസൈറ്റിക് ഷൈസോൺ. ഈ ട്രോഫോസോയിറ്റിനകത്ത് പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? കുറെ ന്യൂക്ലിയർ ഡിവിഷനുകളൊക്കെ നടക്കും. ഇതിനകത്ത് കുറെ ന്യൂക്ലിയർ ഡിവിഷൻ നടന്നിട്ടുണ്ടാകുന്ന സ്റ്റേജിനെ പറയുന്ന പേരാണ് പ്രീ എറിത്രോസൈറ്റിക് ഷൈസോൺ. നിങ്ങൾക്ക് മറ്റൊരു ക്ലൂ കൂടി പറഞ്ഞുതരാം. ക്ലൂ എന്നല്ല, വളരെ സിമ്പിൾ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്,
എപ്പോഴും നിങ്ങൾ ഓർക്കുക, ട്രോഫോസോയിറ്റ് എന്തായിട്ടാണ് മാറുക? ഷൈസോണ്ടായിട്ടാണ് മാറുക. അതിനിപ്പോ ലിവർ സൈക്കിൾ ആയാലും RBC സൈക്കിൾ ആയാലും ഈ ഒരു രീതിയിലാണ് പോകുന്നത്. ട്രോഫോസോയിറ്റ് എന്തായിട്ട് മാറുന്നു? ഷൈസോണ്ടായിട്ട് മാറുന്നു. ഈ ഷൈസോണ്ടിനകത്ത് ചെറിയ 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 മെമ്പേഴ്സ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് മെറോസോയിറ്റ്സ്. സോ ഈ ഒരു ഓർഡർ നിങ്ങൾ ഓർത്തു വെച്ചിരുന്നാൽ ലിവർ സൈക്കിൾ ആണെങ്കിലും RBC സൈക്കിൾ ആണെങ്കിലും എഴുതാൻ വളരെ എളുപ്പമാണ്. ട്രോഫോസോയിറ്റുകൾ ആദ്യം സ്പോറോസോയിറ്റുകൾ സ്പിൻഡിൽ ഷേപ്പിലാണ്, അത് റൗണ്ട് ഷേപ്പിലുള്ള ട്രോഫോസോയിറ്റ് ആയിട്ട് മാറുന്നു. ട്രോഫോസോയിറ്റിൽ കുറെ ന്യൂക്ലിയർ ഡിവിഷൻ നടന്ന് ഷൈസോണ്ടായിട്ട് മാറുന്നു. ഷൈസോണ്ടിനകത്ത് കുറെ ന്യൂക്ലിയർ ഡിവിഷൻ നടന്നിട്ട് അതിനകത്ത് എന്തായിട്ട് മാറുന്നു? ചെറിയ ചെറിയ കുഞ്ഞു സാധനങ്ങളായിട്ടുള്ള മെറോസോയിറ്റുകൾ. ഇതിനകത്തുള്ള ഈ ഇൻഡിവിജ്വൽ സാധനങ്ങളെ പറയുന്ന പേരാണ് മെറോസോയിറ്റ്സ്. ഇപ്പൊ പേരിടുമ്പോൾ നമ്മൾ എങ്ങനെ പേരിടണം? പ്രീ എറിത്രോസൈറ്റിക് ഷൈസോണ്ട് അല്ലെങ്കിൽ പ്രീ എറിത്രോസൈറ്റിക് മെറോസോയിറ്റ്സ്, ഇങ്ങനെയുള്ള പേരുകളിലാണ് ഇവരെയൊക്കെ അറിയപ്പെടുന്നത്. കാരണം ലിവറിൽ നടക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെന്താ പറയുന്നത്? പ്രീ എറിത്രോസൈറ്റിക്, RBCക്ക് മുന്നേ നടക്കുന്ന സ്റ്റേജ് ആണ്. സോ അതുകൊണ്ട് എല്ലാ മോർഫോളജിക്കൽ ഫോമിനെയും നമ്മൾ ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത് പ്രീ എറിത്രോസൈറ്റിക് ഷൈസോണ്ട് എന്ന് പറഞ്ഞാൽ ലിവറിൽ ഇരിക്കുന്ന ഷൈസോണ്ട് എന്നാണ് അതിനർത്ഥം. ഇനി എന്ത് പറ്റുന്നു? ഈ ഷൈസോണ്ട് റപ്ചർ ആവും. ഈ സാധനം ഈ ഹെപ്പാറ്റോസൈറ്റിനകത്താണ് കേട്ടോ ഇത് നടക്കുക, ലിവറിനകത്തുള്ള സെല്ലിനകത്ത് നടക്കുക. ഇത് റപ്ചർ ആകുന്നു. ഇതിൽ നിന്നുള്ള ആര് റിലീസ് ആവും? മെറോസോയിറ്റുകൾ റിലീസ് ആകുന്നു. സോ ഈ മെറോസോയിറ്റുകളാണ് എന്ത് ചെയ്യുന്നത്? എങ്ങോട്ടേക്ക് ഓടുന്നത്? RBCയെ കാണാനായിട്ട് RBCയുടെ ഉള്ളിലേക്ക് കയറുന്ന ഫോമുകളാണ് മെറോസോയിറ്റുകൾ. മെറോസോയിറ്റ്സ്. സോ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മൊസ്കിറ്റോയിൽ നിന്ന് വരുന്ന സ്പോറോസോയിറ്റുകൾ ഓടി ലിവറിലേക്ക് കയറി ട്രോഫോസോയിറ്റുകളായി മാറി. ട്രോഫോസോയിറ്റ്സിന്റെ ഉള്ളിൽ ന്യൂക്ലിയർ ഡിവിഷൻ നടന്ന് ഷൈസോണ്ടായിട്ട് മാറുന്നു. ഷൈസോണ്ടിനകത്ത് വീണ്ടും എന്താണ് റെപ്ലിക്കേഷൻസ് ഒക്കെ, ഡിവിഷൻസ് ഒക്കെ നടന്നിട്ട് മെറോസോയിറ്റുകളായിട്ട് മാറുന്നു. ഫൈനലി ആ ഹെപ്പാറ്റോസൈറ്റ് റപ്ചർ ചെയ്തിട്ട് ഈ മെറോസോയിറ്റുകൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരുന്നു. ഈ മെറോസോയിറ്റുകൾ അടുത്ത് ആരെയാ കണ്ടുപിടിക്കാൻ നടക്കുന്നത്? അവൻ ഓടി എങ്ങോട്ടേക്ക് കയറും? RBCയുടെ ഉള്ളിലേക്ക് കയറും. ഓക്കെ, ഇനി ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് കാണിക്കുന്ന രണ്ടാൾക്കാരുണ്ട്. ആരൊക്കെയെന്നറിയാമോ? നമ്മുടെ മലേറിയൽ പാരസൈറ്റിന്റെ രണ്ട് സ്പീഷ്യസുകൾ, ഇമ്പോർട്ടന്റ് സ്പീഷ്യസുകളാണ് വൈവാക്സ് ആൻഡ് പ്ലാസ്മോഡിയം ഒവേൽ. ബാക്കിയുള്ള സ്പീഷ്യസുകൾ നിങ്ങൾക്കറിയാലോ. പ്ലാസ്മോഡിയം ഫാൽസി ഉണ്ട്, ഫാൽസിപാരം ഉണ്ട്, പ്ലാസ്മോഡിയം മലേറിയ ഉണ്ട്. ഇങ്ങനെയുള്ള മെയിൻ ആയിട്ട് 4, ഒരാൾ കൂടി ഉണ്ട്, പ്ലാസ്മോഡിയം നോവലസി. മങ്കീസിലൊക്കെ മലേറിയ ഉണ്ടാക്കുന്ന, എന്നാൽ നമ്മളിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കാണപ്പെടുന്ന ഒരു 5th മലേറിയൽ സ്പീഷ്യസ് ആണ് പ്ലാസ്മോഡിയം നോവലസി എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ഇമ്പോർട്ടന്റ് വൈവാക്സ്, ഒവേൽ, ഫാൽസിപാരം ആൻഡ് മലേറിയ. സോ ഇതില് ഈ വൈവാക്സ് ആൻഡ് ഒവേൽ ഈ രണ്ടാൾക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ മെറോസോയിറ്റുകൾ ആയതിനു ശേഷം ഇവരെന്ത് ചെയ്യില്ല? RBCയെ പോയി ഇൻഫെക്ട് ചെയ്യാതെ ഈ മെറോസോയിറ്റുകൾ ഹൈപ്നോസോയിറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേജുകളായിട്ട് മാറും. ഇവിടെ ഒരു ചോദ്യം ഒളിച്ചിട്ടുണ്ടേ. ഹൈപ്നോസോയിറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേജുകളായിട്ട് ലിവറിന്റെ ഉള്ളിൽ തന്നെ എന്തിരിക്കും? ഒളിച്ചിരിക്കും. ആരുടെ സ്റ്റേജുകളാണ്? വൈവാക്സിന്റെയും ഒവേലിന്റെയും മെറോസോയിറ്റുകൾ RBCയെ ഇൻഫെക്ട് ചെയ്യാതെ ഹൈപ്നോസോയിറ്റുകളായിട്ട് മാറി എവിടെ ഒളിച്ചിരിക്കും? ലിവറിന്റെ ഉള്ളിൽ തന്നെ ഒളിച്ചിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? റിലാപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന വൈവാക്സും ഒവേലും എന്ത് ചെയ്യും? ഈ സൈക്കിൾ, ഈ ലിവർ സൈക്കിൾ റീആക്ടിവേറ്റ് ചെയ്തിട്ട് മെറോസോയിറ്റുകളായിട്ട് മാറി RBCനെ ഇൻഫെക്ട് ചെയ്തിട്ട് ഫർദർ ലൈഫ് സൈക്കിൾ അവർ പ്രൊസീഡ് ചെയ്യും. സോ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഹൈപ്നോസോയിറ്റുകൾ എന്ന് പറയുന്ന മലേറിയൽ പാരസൈറ്റിന്റെ സ്റ്റേജുകളാണ് റിലാപ്സിന് കാരണമായിട്ടുള്ളത്. ഏത് സ്പീഷ്യസ് ആണ് ഹൈപ്നോസോയിറ്റുകളും റിലാപ്സും ഉണ്ടാക്കുന്നത്? വൈവാക്സ് ആൻഡ് ഒവേൽ. യെസ്, വെരി ഇമ്പോർട്ടന്റ് ചോദ്യമാണ് വൈവാക്സ് ആൻഡ് ഒവേൽ. അപ്പൊ ഒരു ചോദ്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്തെത്തി? ഈ പറയുന്ന മെറോസോയിറ്റുകൾ ഇപ്പൊ എവിടെ എത്തി? RBCയുടെ ഉള്ളിലേക്ക് എത്തി. ഇനി RBCയുടെ ഉള്ളിൽ ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? സോ RBCയുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അടുത്ത സൈക്കിൾ സ്റ്റാർട്ടായി. എറിത്രോസൈറ്റിക് ഷൈസോഗണി. സ്റ്റാർട്ടായി. ഇവരെന്തായിട്ട് മാറും? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ഈ മെറോസോയിറ്റുകൾ ട്രോഫോസോയിറ്റുകളായിട്ട് മാറുന്നു അല്ലേ? ഈ ട്രോഫോസോയിറ്റുകൾ ഏർലി ട്രോഫോസോയിറ്റും ഉണ്ട്,
ലേറ്റ് ട്രോഫോസോയിറ്റും ഉണ്ട്. അതായത് ഇത് ഇമ്മെച്ചുർ ആയിട്ടുള്ള ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഏർലി ട്രോഫോസോയിറ്റ് എന്ന് പറയാ. അതിന്റെ മെച്ചുർ ആയിട്ടുള്ള ഫോമിനെയാണ് നമ്മൾ ലേറ്റ് ട്രോഫോസോയിറ്റ് എന്ന് പറയാം. മറ്റൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റിംഗ് ഫോം എന്ന് കേട്ടിട്ടുണ്ടോ? റിംഗ് ഫോം. യെസ്, റിംഗ് ഫോമുകൾ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ഏർലി ട്രോഫോസോയിറ്റുകളെയാണ്. മറ്റൊരു ചോദ്യം, റിംഗ് ഫോംസ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഏർലി ട്രോഫോസോയിറ്റുകളെയാണ് നമ്മൾ റിംഗ് ഫോം എന്നറിയപ്പെടുന്നത്. ആ റിംഗ് ഫോം കുറച്ചുകൂടെ ന്യൂക്ലിയർ ഡെവലപ്മെന്റ് നടക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു? ലേറ്റ് ട്രോഫോസോയിറ്റുകളായിട്ട് മാറുന്നു. ഇനി ഈ ലേറ്റ് ട്രോഫോസോയിറ്റ് എന്തായിട്ട് മാറും എന്നറിയാമോ? നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞല്ലോ, എന്തായിട്ടാ മാറുന്നത്? ഷൈസോണ്ട് ആയിട്ട് മാറുന്നു. അതിന് നമ്മൾ എന്ത് പേര് പറയും? എറിത്രോസൈറ്റിക് ഷൈസോണ്ട് എന്ന് പറയുന്നു. ആ ഷൈസോണ്ടിനകത്ത് ആരുണ്ട്? മെറോസോയിറ്റുകൾ ഉണ്ട്. സോ ഈ ഷൈസോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ആർ ബി സിയുടെ ഉള്ളിലാണ് ഈ പറയുന്ന മെറോസോയിറ്റുകൾ ഇരിക്കുക. ആർ ബി സി റപ്ചർ ആകും, ആര് വെളിയിലേക്ക് വരും? മെറോസോയിറ്റുകൾ വെളിയിലേക്ക് വരുന്നു. സോ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. മോർഫോളജിക്കൽ ഫോം എല്ലാം ട്രോഫോസോയിറ്റ്, ഷൈസോണ്ട്, മെറോസോയിറ്റ്, ഇത് തന്നെയാണ് ഓർഡർ. പക്ഷെ പേരുകൾ മാറും എന്നുള്ളതേ ഉള്ളൂ. ആർ ബി സി സൈക്കിൾ പറയുമ്പോഴാണ് ഏർലി ട്രോഫോസോയിറ്റും ലേറ്റ് ട്രോഫോസോയിറ്റും വരിക. ഏർലി ട്രോഫോസോയിറ്റിനെയാണ് നമ്മൾ റിംഗ് ഫോംസ് എന്ന് പറയുന്നത്. ഈ റിംഗ് ഫോമുകളാണ് നമ്മുടെ ലബോറട്ടറി ഡയഗ്നോസിസിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഫാൽസിപാരത്തിന്റെ കേസിൽ മൾട്ടിപ്പിൾ റിംഗ് ഫോം, അക്കോളി ഫോം, ആപ്ലിക്യൂ ഫോം എന്നൊക്കെ പറയുന്ന കുറെ മോർഫോളജിക്കൽ ഫോമുകൾ ഉണ്ട്. അത് നമ്മൾ ലബോറട്ടറി ഡയഗ്നോസിസിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. നമ്മുടെ തിയറി ക്ലാസ്സിലായിരിക്കും ഡീറ്റെയിലിംഗ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് ലൈഫ് സൈക്കിളിലൂടെ മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് പോവാണ്. സോ ഇവിടെ എന്താ, ഈ മെറോസോയിറ്റുകളായിട്ട് ആർ ബി സി റപ്ചർ ചെയ്യുന്നു. ഈ മെറോസോയിറ്റുകൾ എന്ത് ചെയ്യും? വീണ്ടും പോയിട്ട് ആരെ ഇൻഫെക്ട് ചെയ്യാം? ആർ ബി സിനെ ഇൻഫെക്ട് ചെയ്യാം. എഗൈൻ ട്രോഫോസോയിറ്റ്, ഏർലി ട്രോഫോസോയിറ്റ്, ലേറ്റ് ട്രോഫോസോയിറ്റ്, ഷൈസോണ്ട് റപ്ചർ ആകുന്നു, മെറോസോയിറ്റുകൾ റിലീസ് ചെയ്യുന്നു. ആ മെറോസോയിറ്റുകൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന രീതിയിൽ ആർ ബി സി ഇൻഫെക്ട് ചെയ്തിട്ട് ഈ സൈക്കിൾ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്നു. ഇവിടെ എഗൈൻ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ്? ഈ പറയുന്ന മെറോസോയിറ്റുകളിൽ ചില ആൾക്കാർ എന്ത് ചെയ്യുമെന്നറിയാമോ? ഗാമറ്റോഗണിയിലേക്ക് പോവും. ഗാമറ്റോഗണി. എന്താണ് ഗാമറ്റോഗണി? ഗാമറ്റോഗണി എന്ന് പറഞ്ഞാൽ എന്താണ്? ചില മെറോസോയിറ്റുകള് ആർ ബി സിയിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം സെക്ഷൽ ഫോമുകളായിട്ടുള്ള ഗാമറ്റോസൈറ്റ്സ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗാമറ്റോഗണി എന്ന് പറയുന്നത്. ഓക്കെ, ഗാമറ്റോസൈറ്റ്സ് ആയിട്ട് മാറും. അതായത് മെയിൽ ഗാമറ്റോസൈറ്റ്സും ഫീമെയിൽ ഗാമറ്റോസൈറ്റ്സും. ഈ പറയുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോസൈറ്റ്സിനെയാണ് ആരെടുക്കുന്നത്? നമ്മുടെ മോസ്കിറ്റോ മലേറിയ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് മീൽ എടുക്കുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോസൈറ്റിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. ഉള്ളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ആര് സ്റ്റാർട്ടാവും? സ്പോറോഗണി സ്റ്റാർട്ടാവും. സ്പോറോഗണി എന്ന് പറഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ ഗാമിറ്റും ഫീമെയിൽ ഗാമിറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? അത് എവിടെയാണ് നടക്കുന്നത്? മോസ്കിറ്റോയിലാണ് നടക്കുന്നത്. സോ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. എറിത്രോസൈറ്റിക് ഷൈസോഗണിയുടെ എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന മെറോസോയിറ്റുകളിൽ ചില മെറോസോയിറ്റുകൾ എന്ത് ചെയ്യുന്നു? മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റുമായി മാറിയതിനു ശേഷം നമ്മുടെ ബ്ലഡിൽ ഇരിക്കും. അപ്പോഴായിരിക്കും പാവം ഒരു ഇൻഫെക്ഷനും ഇല്ലാത്ത ഒരു മോസ്കിറ്റോ വന്ന് കടിക്കുന്നത്. ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് അവന്റെ ഉള്ളിൽ പോകുന്നു. എന്തുപറ്റും? സ്പോറോഗണിക്ക് വിധേയമാകുന്നു. ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ആരായിട്ട് മാറും? സൈഗോട്ട് എന്ന് പറയുന്ന സ്റ്റേജ് ആയിട്ട് മാറും. സൈഗോട്ട് എന്ന് പറയുന്ന സ്റ്റേജ് ആയിട്ട് മാറുന്നു. ആ സൈഗോട്ടിന് പിന്നെ ന്യൂക്ലിയർ ഡിവിഷൻസ് നടന്നിട്ട് യൂകൈനറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആയിട്ട് മാറുന്നു. ആ ഊകൈനറ്റ് എന്തായിട്ട് മാറുന്നു? ഊസിസ്റ്റുകളായിട്ട് മാറുന്നു. ഊസിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സഞ്ചി പോലിരിക്കുന്ന സാധനമാണ്. അതിനകത്ത് ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. അവന്റെ പേരാണ് നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ സ്പോറോസോയിറ്റുകൾ. ഈ ഊസിസ്റ്റ് റപ്ചറായി അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്പോറോസോയിറ്റുകൾ എവിടെ എത്തും? സലൈവറി ഗ്ലാൻഡിൽ എത്തുന്നു. അങ്ങനെ അടുത്തൊരാളെ കടിക്കുമ്പോൾ ആ സ്പോറോസോയിറ്റുകൾ അടുത്ത ആളിലേക്ക് എത്തുന്നു. ദിസ് ഈസ് ഹൗ ദി മലേറിയൽ ലൈഫ് സൈക്കിൾ കണ്ടിന്യൂസ്. ഇങ്ങനെയാണ് മലേറിയൽ പാരസൈറ്റിന്റെ ലൈഫ് സൈക്കിൾ മുന്നോട്ട് പോകുന്നത്. ഇനി കുറച്ച് ടെസ്റ്റുകളുണ്ട്, അത് ഞാൻ സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഇതിനിടയ്ക്ക്. റിക്രൂഡസെൻസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് നിങ്ങൾ എന്താണെന്ന് നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് തിയറി ക്ലാസ്സിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? ലൈഫ് സൈക്കിൾ ക്ലിയർ ആയോ? വളരെ സിമ്പിൾ ആയിട്ട്, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന മലേറിയയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. പക്ഷെ വെരി സിമ്പിൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്.
സിമ്പിൾ ലിവറിലൂടെ കടന്ന് RBC-യിലൂടെ കടന്നാണ് ഇത് പോവുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവന് രണ്ടാൾക്കാരോട് എന്ത് വേണം, കമ്മിറ്റ്മെന്റ് വേണം എന്ന് പറയുന്നത്. ലിവറിന്റെ സഹായവും വേണം, RBC-യുടെ സഹായവും വേണം. പക്ഷേ ഒരിക്കലും ലിവറിൽ ഒരുപാട് ഹെപ്പാറ്റോസൈറ്റുകൾ അവിടെ ഡാമേജ്ഡ് ആകാത്തത് കൊണ്ടാണ് ലിവറിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കാത്തത്. കുറച്ച് ഹെപ്പാറ്റോസൈറ്റുകളെ മാത്രമാണ് എന്ത് ചെയ്യുക, ഈ പറയുന്ന മലേറിയൽ പാരസൈറ്റ് അഫക്റ്റഡ് ആകുന്നത്. എന്നാൽ ഒരുപാട് RBC-യെ ബാധിക്കും. അത് ഈ പാരസൈറ്റുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏതിനെയാണ് മാലിഗ്നന്റ് ടെർഷ്യൻ മലേറിയ എന്നറിയപ്പെടുന്നത്? ഏത് പ്ലാസ്മോഡിയം സ്പീഷീസെയാണ് മാലിഗ്നന്റ് ടെർഷ്യൻ മലേറിയ എന്നറിയപ്പെടുന്നത്? ഫാൽസിപ്പാരത്തെ. അങ്ങനെ ഒരു പേരിടാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? മാലിഗ്നന്റ് ആ പേരിൽ തന്നെയുണ്ട്. ബാക്കിയുള്ള എല്ലാവരെയും ബിനൈൻ എന്നൊക്കെയാണ്. യെസ്, സിവിയർ. യെസ്, നമ്മൾ പ്ലാസ്മോഡിയം സ്പീഷീസ് എല്ലാം എടുക്കുമ്പോൾ ഏറ്റവും പ്രശ്നക്കാരനായിട്ടുള്ള സ്പീഷീസ് ആരാണെന്ന് അറിയാമോ? ഫാൽസിപ്പാരമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഫാൽസിപ്പാരം എന്തുകൊണ്ടാണ് പ്രശ്നക്കാരനായിട്ട് മാറുന്നത്? എന്തുകൊണ്ടായിരിക്കും ഫാൽസിപ്പാരം പ്രശ്നക്കാരനായിട്ട് മാറുന്നതെന്ന് അറിയാമോ? എനി ഐഡിയ? എന്തുകൊണ്ട് ബാക്കി സ്പീഷീസുകൾ പ്രശ്നമാകുന്നില്ല, അല്ലെങ്കിൽ തമ്മിൽ കുറച്ച് പ്രശ്നം കുറവുണ്ടാക്കുന്ന ബാക്കി ആൾക്കാരും ഫാൽസിയാണ് ഡേഞ്ചർ? ഇവന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇവൻ മൾട്ടിപ്ലൈ ചെയ്ത് ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. പാരസൈറ്റിക് ലോഡ് ഒരുപാടാണ്. ബാക്കിയുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ ഇവന്റെ പാരസൈറ്റിക് ലോഡ് പെട്ടെന്ന് ഇവൻ ആളെ കൂട്ടും. ഒപ്പം തന്നെ ഇവന് മറ്റൊരു പ്രത്യേകതയുള്ളത്, ഈ ലൈഫ് സൈക്കിളിന്റെ ചില സ്റ്റേജുകൾ ഇവൻ നടത്തുന്നത് എവിടെയാണെന്ന് അറിയാമോ? അതായത് RBC സൈക്കിളിന്റെ കുറച്ച് സ്റ്റേജസ് നമ്മുടെ ഡീപ്പർ ഓർഗൻസിന്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ കാപ്പിലറീസിലാണ് എന്ത് ചെയ്യുക, കിഡ്നി അല്ലെങ്കിൽ ബ്രെയിന്, യെസ്, അവിടെയൊക്കെയുള്ള ചെറിയ കാപ്പിലറീസിൽ പോയിരുന്നിട്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, ഈ അവന്റെ ലൈഫ് സൈക്കിളിലെ ചില സ്റ്റേജസ് നടക്കുന്നത്. അവിടെ ഇവൻ കാണിക്കുന്ന ഒരു ഫിനോമിനാണ് സീക്വസ്ട്രേഷൻ എന്ന് പറയും. സീക്വസ്ട്രേഷൻ എന്താണ്? സീക്വസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും, തമ്മിൽ ചേർന്ന് ഒട്ടി എന്ത് ചെയ്യും എന്ന് അറിയാമോ? ഈ ബ്ലഡ് വെസൽസിനെയൊക്കെ അങ്ങ് ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഓക്സിജൻ എത്തുമോ? ഈ പറയുന്ന ലിവറിലോട്ടും, അല്ലെ ലിവറിലല്ല, ലങ്സിലോട്ടും അല്ലെങ്കിൽ ഹാർട്ടിലോട്ടും കിഡ്നിയിലോട്ടും ബ്രെയിനിലോട്ടും ഒന്നും എന്ത് ചെയ്യത്തില്ല, ബ്ലഡ് സപ്ലൈ എത്തില്ല. ബ്ലോക്ക് ആവും, ഹൈപ്പോക്സി അടിക്കും, അവിടെ പ്രശ്നം ഉണ്ടാവും. അതാണ് ഫാൽസിപ്പാരത്തിന്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. പിന്നെ വേറെയുണ്ട് അവൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഞാനിപ്പോ ലൈഫ് സൈക്കിൾ വിട്ട് ക്ലിനിക്കൽ പ്രസന്റേഷനിലോട്ട് പോയി. എന്താണ് ഇവൻ ഉണ്ടാക്കുന്ന മറ്റൊരു കോംപ്ലിക്കേഷൻ? എന്താണ്? ബ്ലാക്ക് വാട്ടർ ഫീവർ. ഫാൽസിപ്പാരത്തിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ് ബ്ലാക്ക് വാട്ടർ ഫീവർ. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്താണ്, എങ്ങനെയാണ് ഇവൻ ബ്ലാക്ക് വാട്ടർ ഫീവർ ഉണ്ടാകുന്നത്? ഇത്രയും കാര്യം ക്ലിയർ ആണോ? മീൻസ് മലേറിയയുടെ ലൈഫ് സൈക്കിൾ ഇപ്പൊ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഭയങ്കര എളുപ്പമാണ് കേട്ടോ പഠിക്കാൻ. വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാരസൈറ്റ് ആണ് മലേറിയൽ പാരസൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മോർഫോളജിക്കൽ ഫോംസ് ഒക്കെ പഠിക്കാനുണ്ട്. സോ ഈ ഒരു വെബിനാറിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഒരു ടീച്ചിങ് സ്റ്റൈൽ, എങ്ങനെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ എത്ര സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്, നമ്മുടെ ഒരു മോഡ് ഓഫ് ടീച്ചിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെബിനാർസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് വന്ന് അഡ്മിഷൻ എടുക്കണം നമ്മൾ ഒരിക്കലും പറയില്ല. ജസ്റ്റ് നമ്മുടെ വെബിനാർസ് അറ്റൻഡ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. സോ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ത്രൂ ഔട്ട് ക്ലാസ്സസ് പോവാം കേട്ടോ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ വിശ്വസിക്കാം. നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ്, നമ്മൾ ഒരുപാട് നാൾ കാത്തിരുന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണ് DHS ലാബ് ടെക്നീഷ്യന്റെ ഒരു കോച്ചിങ് MLT അക്കാഡമിയിൽ തുടങ്ങണം എന്നുള്ളത്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ കുറച്ച് പേരുടെ. അതാണ് നമ്മൾ ഈ 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോവാ. ഓക്കെ, പാരസൈറ്റോളജി ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. എൻറ്റയർ മൈക്രോബയോളജി ഈ ഒരു രീതിയിലായിരിക്കും മുന്നോട്ട് പോവാം. ഓക്കെ, എനി ഡൗട്ട്സ്, എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ഇപ്പൊ മലേറിയൽ പാരസൈറ്റിന്റെ ചെറിയൊരു പോർഷൻ മാത്രമേ ആയിട്ടുള്ളൂ. നമുക്കൊരു മിനി വെബിനാർ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. എനി ഡൗട്ട്സ്? ഇത്രയും കാര്യം പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്താണ് പ്രീ പാറ്റന്റ് പീരീഡ്? മലേറിയൽ പാരസൈറ്റിൽ എന്താണ് പ്രീ പാറ്റന്റ് പീരീഡ്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പ്രീ പാറ്റന്റ് പീരീഡ് എന്താണെന്നുള്ളത്? വാട്ട് ഈസ് പ്രീ പാറ്റന്റ് പീരീഡ്?
പാറ്റേൺ പീരീഡ്? ഐഡിയ ഇല്ല, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമ്മൾ ഓരോ ആൾക്കാരുടെയും അത് ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് അവിടെ ഇരിക്കട്ടെ, ഞാനതിന്റെ ആൻസർ ഇപ്പൊ പറയുന്നില്ല. മറ്റൊരു ചോദ്യം, നിങ്ങൾ അത് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കൂ. എന്താണ് പ്രീ പാറ്റേൺ പീരീഡ്? മറ്റൊരു ചോദ്യം ഇതാണ്, ഫീവർ ടൈം. ഫീവർ ടൈം ആക്ച്വലി അതല്ല. ഫീവർ ടൈമിന് നമ്മൾ എന്താ പറയുന്നത്? ഫീവർ ഉണ്ടാകുന്ന പെരോക്സിസംസ് എന്ന് നമ്മൾ പറയും അല്ലേ? ഇപ്പോ ഫാൽസിപാരത്തിന്റെ കേസിൽ എത്രയാണ്? വൈവാക്സ്, ഫാൽസിപാരം, ഒവേലിന്റെ കേസിൽ എത്ര ടൈമാണ് ഫീവർ എടുക്കുന്ന സമയം? 48 അവർ ആണ് അല്ലെ? ഓരോ 48 അവർ കഴിയുമ്പോഴും പനി വരും. മലേറിയയുടെ കേസിൽ, പ്ലാസ്മോഡിയം മലേറിയയുടെ കേസിൽ ഇറ്റ് ഈസ് 72 അവർ. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫീവർ ഉണ്ടാകുന്നത്? യെസ്, ഒരാൾ പറഞ്ഞു ഫസ്റ്റ് ഡിറ്റക്റ്റബിൾ പാരസൈറ്റ് എൻറ്റർ ചെയ്യുന്ന ടൈം പ്രീ പാറ്റന്റ് പീരീഡ്. അതാണോ പ്രീ പാറ്റന്റ് പീരീഡ്? എന്തൊക്കെയോ ഒരു ഏകദേശം ധാരണയുണ്ടെന്ന് തോന്നുന്നു, പറഞ്ഞ് ഫലിപ്പിക്കുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് പ്രീ പാറ്റന്റ് പീരീഡ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഈ ഫീവർ ഇങ്ങനെ ഓരോ സമയത്ത് വരുന്നതിനുള്ള കാര്യം എന്താണ്? ഇതിന്റെ ആൻസർ പറയണോ അതോ നിങ്ങൾ കണ്ടുപിടിക്കോ? പ്രീ പാറ്റന്റ് പീരീഡിന്റെയും മെറോസോയിറ്റ് റിലീസിംഗ് ടൈം. മെറോസോയിറ്റ്സ് റിലീസിംഗ് ടൈം. ഓക്കെ, യെസ്. ഞാൻ ആൻസർ പറയണോ അതോ നിങ്ങൾ കണ്ടുപിടിക്കുമോ? നിങ്ങളുടെ ഒപ്പീനിയൻ സജഷൻസ് വരട്ടെ. ഒരു ആക്റ്റീവ് ഇന്ററാക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻസർ പറയണമെങ്കിൽ ഈ രണ്ട് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പറഞ്ഞിട്ട് നമ്മൾ വെബിനാർ അവസാനിപ്പിക്കും. എന്താണ് പ്രീ പാറ്റന്റ് പീരീഡ്, പിന്നെ ഈ പെറോക്സിസം നീഡ് ആൻഡ്. ഓക്കെ, വേറൊന്നുമില്ല. ഒരാൾ പറഞ്ഞു, അപ്പൊ ഞാൻ ആൻസർ പറയാണ്, ബാക്കിയുള്ളവരുടെ റെസ്പോൺസ് നോക്കി നിൽക്കുന്നില്ല. യെസ്, പറയാം. യെസ്, പ്രീ പാറ്റന്റ് പീരീഡ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോ ഇൻക്യുബേഷൻ പീരീഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, വിൻഡോ പീരീഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസം നമ്മുടെ ഉള്ളിലെത്തി നമ്മൾക്ക് സിംറ്റംസ് പ്രകടമാകുന്ന ടൈമിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയാ. ഇനി വിൻഡോ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗാനിസം നമ്മുടെ ഉള്ളിൽ എത്തിയിട്ട് ആദ്യത്തെ ഡിറ്റക്റ്റബിൾ മാർക്കർ അല്ലെ, ആന്റിബോഡി അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പിയർ ചെയ്യുന്ന ടൈമിനെയാണ് നമ്മൾ വിൻഡോ പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ പാരസൈറ്റ്സിന്റെ കേസിൽ എന്താണ്? അപ്പൊ മലേറിയൽ പാരസൈറ്റ് ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, ഈ പാരസൈറ്റിന്റെ സ്പോറോസോയിറ്റ് നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് റിംഗ് ഫോമിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ടൈം, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രീ പാറ്റന്റ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ റിംഗ് ഫോമുകളെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡയഗ്നോസിസ് യൂഷ്വലി ചെയ്യുന്നത് അല്ലെ? മൈക്രോസ്കോപ്പിയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത്. അതായത് പെരിഫറൽ ബ്ലഡിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റിംഗ് ഫോമുകൾ വരുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രീ പാറ്റന്റ് പീരീഡ് എന്ന് പറയുന്നത്. സ്പോറോസോയിറ്റ് കയറിയിട്ട് ആദ്യത്തെ എസെക്ഷൽ ഫോം ആയിട്ടുള്ള റിംഗ് ഫോമുകൾ വരുന്ന ടൈം. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം, സ്പോറോസോയിറ്റ് ടു എന്താണ്? റിംഗ് ഫോം. ഈ സ്റ്റേജിനെ, ഈ ഒരു ടൈം ഇന്റർവെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രീ പാറ്റന്റ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു. അത് ഓരോ ആൾക്കാർക്കും മാറും കേട്ടോ. ഈ പറയുന്ന വൈവാക്സിന് 8 ദിവസമാണ്, ഫാൽസിപാരത്തിന് 5 ദിവസമാണ്. കാരണം ഞാൻ പറഞ്ഞു, ഫാൽസിപാരം പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് ആളെ കൂട്ടുന്നത്. സോ അതുകൊണ്ട് ഈ പ്രീ പാറ്റന്റ് പീരീഡ് എന്താണ് എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സിംപ്ലി പറയുകയാണെങ്കിൽ വിൻഡോ പീരീഡ് പോലെ, നമ്മളിപ്പോൾ വൈറോളജിയിലൊക്കെ വിൻഡോ പീരീഡ് പറയാറുണ്ട് അല്ലെ? HIV കേസിൽ HIV ഉള്ളിൽ കയറിയിട്ട് അതിന്റെ ആദ്യത്തെ ഡിറ്റക്റ്റബിൾ മാർക്കർ വരുന്ന ടൈമിനെയാണ് നമ്മൾ വിൻഡോ പീരീഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന അസയൊക്കെ വെച്ചിട്ട് മാറും. എലൈസയ്ക്ക് ഒരു വിൻഡോ പീരീഡ് ആണ്, ഇപ്പം PCR പോലുള്ള ടെക്നോളജിക്ക് ഒരു വിൻഡോ പീരീഡ് ആണ്. സോ വാട്ട് എവർ, അതിന്റെ ബേസിസ് ഇത്രയേ ഉള്ളൂ. എൻട്രി തുടങ്ങി ഫസ്റ്റ് ഡിറ്റക്റ്റബിൾ മാർക്കർ, അതാണ്. അതുപോലെയാണ് പാരസൈറ്റിന്റെ കേസിലും. ഇപ്പൊ മലേറിയൽ പാരസൈറ്റിന്റെ കേസിൽ സ്പോറോസോയിറ്റ് കയറിയിട്ട് റിംഗ് ഫോം വരുന്ന ടൈമിനെയാണ് പ്രീ പാറ്റന്റ് പീരീഡ്. ഇനി അടുത്തൊരു സംഭവം പെറോക്സിസംസ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെ? ഈ ഫീവർ വരുന്ന ഒരു സമയം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ RBC റപ്ചർ ചെയ്യുന്ന ഒരു സമയം ഉണ്ടല്ലോ, മെറോസോയിറ്റുകൾ റിലീസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഇല്ലേ RBC സൈക്കിളില്? എന്താണ്? ഷൈസോണ്ട് റപ്ചർ ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് വരും? മെറോസോയിറ്റുകൾ വെളിയിലേക്ക് വരും. ഈ മലേറിയൽ പാരസൈറ്റിന്റെ ഭക്ഷണം എന്താണ്? അവന്റെ ഫുഡ് എന്താണെന്ന് പറഞ്ഞാൽ RBCയുടെ ഉള്ളിലുള്ള ഹീമോഗ്ലോബിനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ ഈ ഹീമോഗ്ലോബിനെയും കാര്യങ്ങളെയൊക്കെ ഭക്ഷിച്ചതിന് ശേഷം അതിന്റെ ഒരു എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് കുറെ വേസ്റ്റ് ഈ RBCയുടെ അകത്തുണ്ടാവുമല്ലോ. ഇവൻ ഭക്ഷിച്ചിട്ടുണ്ടാകുന്ന വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ. അതെന്തായിരിക്കും? ഈ പറയുന്ന ടോക്സിനുകളൊക്കെ ആയിരിക്കും. മലേറിയൽ പിഗ്മെന്റുകളാകാം,
ടോക്സിനുകളൊക്കെ നിറഞ്ഞിട്ടാണ് RBC ഇരിക്കുന്നത്. അപ്പൊ അതാണ് റപ്ചർ ചെയ്ത് എന്ത് ചെയ്യുന്ന ആ ടോക്സിനുകളൊക്കെ ബ്ലഡിലേക്ക് വരുന്നത്. ഈ സമയത്ത് നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ഇതൊരു ടോക്സിൻ അല്ലെങ്കിൽ ഒരു ആന്റിജനിക് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് നമ്മുടെ ബോഡി അതിനെതിരെ റിയാക്ട് ചെയ്യും. സോ അവിടെ എന്ത് സംഭവിക്കും? ഫീവർ ഉണ്ടാകും. മനസ്സിലായോ? സോ അതുകൊണ്ട് ഓരോ RBC സൈക്കിളിന്റെയും എൻഡിലാണ് എന്ത് പറ്റുന്നത്? ഫീവർ അവിടെ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് എൻഡില്? RBC റപ്ചർ ആകുന്നു, ടോക്സിൻസ് റിലീസ് ആവുന്നു, ബോഡി റിയാക്ട് ചെയ്യുന്നു, ഫീവർ ഉണ്ടാകുന്നു. അത് ഈ പറയുന്ന മലേറിയയുടെ കേസിൽ ഓരോ 72 അവർ കഴിയുമ്പോഴായിരിക്കും RBC റപ്ചർ ആവുക. സോ അവിടെ ഫീവർ ഉണ്ടാകുന്നു. വൈവാക്സ് ഒവയില് എന്താണ്? കാൽസ്യപാരത്തിന്റെ കേസിൽ 48 അവർ. നോവൽ ലെസിയുടെ കേസിലോ ഓരോ 24 അവറിലും ഫീവർ ഉണ്ടാകുന്നുണ്ട്. കാരണം അവിടെ RBC സൈക്കിൾ എന്ന് പറഞ്ഞാൽ 24 അവർ സൈക്കിളാണ്. മനസ്സിലായോ എന്തുകൊണ്ട് പെറോക്സിസം ആ ഒരു ടൈമിൽ പറയുന്നു പറഞ്ഞാൽ? ക്ലിയർ ആണോ? ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുണ്ട്, എങ്കിൽ നമ്മുടെ സസ്പെൻസ് പൊളിയും. സോ അതുകൊണ്ട് നമ്മൾക്ക് ബാക്കി നമ്മുടെ തിയറി ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഐ ആം വിത്ത് മൈ വെബിനാർ സെഷൻസ് ഓഫ് ടുഡേ. നമ്മൾ ഇനിയും വെബിനാർസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് എൻഗേജ് ആക്കി നിർത്തും 14-ാം തീയതി വരെയും. സോ നിങ്ങൾ വിലയിരുത്തുക, നമ്മുടെ ക്ലാസ്സസ് വിലയിരുത്തുക, ജോയിൻ ചെയ്യാൻ. ഓക്കെ, സോ എല്ലാവർക്കും താങ്ക് യു, ഗുഡ് നൈറ്റ്. അടുത്തൊരു സെഷനിൽ കാണാം കേട്ടോ.